ഓക്കെ. ക്ലാസ്സിലൊന്നും ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഒന്നിലുമില്ല. നേരത്തെ മീര അങ്ങനെ ആയിരുന്നില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ മീരയുടെ പ്രൊഫസേഴ്സ് പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കുകയും ഇതിനെപ്പറ്റി മീരയോട് ചോദിക്കുകയും ചെയ്തു. മീരയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മീര പറഞ്ഞത് മീരയ്ക്ക് എന്തോ ഒരു സംതിങ് മെന്റലി ഒരു ബ്ലോക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ്. ഓക്കെ. വളരെ ചെറിയ കാര്യങ്ങൾ പോലും, അല്ലെങ്കിൽ വളരെ നിസ്സാരമായിട്ടുള്ള, ഈസി ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് പോലും മീരയ്ക്ക് ചെയ്തു തീർക്കാനായിട്ട് വളരെയധികം സമയം, മണിക്കൂറുകൾ വേണ്ടി വരുന്നു എന്നൊക്കെ മീര പ്രൊഫസേഴ്സിനോട് പറയും. മീര ശരിക്കും കോളേജ് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. മീരയുടെ വീട് കുറച്ച് ദൂരെയാണ്. മീര കോളേജ് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. മീരയുടെ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ മീര ഈയിടെയായിട്ട് കോൾ ഒന്നും പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല, വീട്ടുകാരോട് സംസാരിക്കുന്നില്ല. ഓക്കെ. മീര പറയുന്നത് മീരയുടെ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച്, ഓക്കെ, മീരയുടെ തന്നെ സ്വന്തമായിട്ടുള്ള മീരയുടെ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് മീരയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ, ആ ഒരു ഗിൽട്ട് ഫീലിംഗ്, ആ ഒരു കുറ്റബോധം കൊണ്ടാണ് മീര ഫോൺ എടുത്ത് പ്രോപ്പറായിട്ട് വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ സംസാരിക്കാത്തത് എന്ന് പറയുന്നു. മീരയുടെ റൂംമേറ്റ്സ് ആണെങ്കിൽ മീരയെ കുറിച്ച് പറയുന്നത് എപ്പോഴും ഇങ്ങനെ വളരെയധികം ഇങ്ങനെ ടെൻഷൻ, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ വളരെയധികം വറീഡ് ആണ് മീര. ഓക്കെ. വളരെ ഇൻട്രോവേർട്ട് ആണ്, സോഷ്യലി വളരെയധികം വിഡ്രോ ചെയ്ത് നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് മീരയുടെ റൂംമേറ്റ്സ് മീരയെ കുറിച്ച് പറയുന്നത്. ഓക്കെ. അപ്പോൾ മീരയുടെ ബുദ്ധിമുട്ടുകളായിട്ട് ബുദ്ധിമുട്ടുകൾ എന്ന രീതിയിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ, മീരയ്ക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല, എക്സാമിന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റുന്നില്ല. വളരെയധികം സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് നേരിടുന്നുണ്ട്. സ്ലീപ്പ് വളരെയധികം